ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ പൂരോത്സവത്തിൻ്റെ തുടക്കമായി കേട്ടോ. അപ്പോൾ മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് പൂരത്തിന് കൊടിയേറുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലുള്ള പെൺകുട്ടികൾ കാമദേവൻ്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് പൂജിക്കാറുള്ള ചടങ്ങുകളാക്കാറുണ്ട്. ചാണക കാമിനിയും മണ്ണിൻ്റെ പുറ്റു കൊണ്ടുള്ള കാമനയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ആദ്യത്തെ 2 ദിവസങ്ങൾ പൂക്കൾ മാത്രം ഇട്ടിട്ടും 3, 4, 5 ദിവസങ്ങളിലും പിന്നെ ഉള്ളൊരു ദിവസവും ചാണകവും മണ്ണ് പുറ്റും കൊണ്ടുമാണ് കാമനി ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കളാണ് ഇതിനുള്ളതൊക്കെ ചെയ്യുന്നത്. അവർ വ്രതം എടുത്തിട്ടാണ് പൂരത്തിന് കാമനി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് SSLC എക്സാം ആയതുകൊണ്ട് അവൾക്ക് ട്യൂഷനോ ഒക്കെ പോകേണ്ടതുകൊണ്ട് അതിനുള്ള സമയമില്ല. അപ്പോൾ ഇളയാളാണ് ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ അവളൊരു സഹായിയായിട്ട് കൂടിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചാണകം കൊണ്ടുള്ള കാമനി ഉണ്ടാക്കുമ്പോൾ കുന്നിക്കുരൊക്കെ വേണം അതിന് കണ്ണൊക്കെ വെച്ച് കൊടുക്കാൻ. പക്ഷെ കുന്നിക്കുരു ഇല്ലാത്തതുകൊണ്ട് മഞ്ചാടി കുരു കൊണ്ടാണ് കേട്ടോ കണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പൂരമായിട്ടുള്ളൊരു ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ കാമദേവനെ ഭസ്മമാക്കിയതിന് ശേഷം ആ കാമദേവനെ പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ട് രതീദേവി നടത്തിയ പ്രാർത്ഥനയാണ് പൂരോത്സവം. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾക്ക് പൂരോത്സവമായിട്ട് മെയിൻ ഒരു റോൾ തന്നെയുണ്ട്. ഇത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മെയിനായിട്ട് ഇത് ആഘോഷിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ 9 ദിവസത്തെ പൂരാഘോഷവും ചില സ്ഥലങ്ങളിൽ 7 ദിവസത്തെ പൂരാഘോഷമാണ് നടക്കാറ്. അപ്പം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ 7 ദിവസത്തെ പൂരാഘോഷമാണ് നടക്കുന്നത്. ചില ക്ഷേത്രങ്ങൾ കാമദേവൻ്റെയും രതിദേവിയുടെയും കഥ പറയുന്ന പ്രത്യേക പൂരപ്പാട്ടുകളും വടക്കം പാട്ടുകളൊക്കെ നടത്താറുണ്ട്. പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളം കൊടുക്കേണ്ട ഒരു മെയിൻ ചടങ്ങും കൂടിയുണ്ട് കേട്ടോ. കാമദേവന് പൂരത്തിന് പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളവും കൂടി കൊടുക്കുന്ന ചടങ്ങുണ്ട്. പിന്നെ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ തിടമ്പ് നൃത്തമൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുണ്ട് ഈ പൂരോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ 3ാമത്തെ ദിവസമായി ഇന്ന് കാമദേവനെ നമ്മൾ ചാണകം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ കുറേ ചടങ്ങുകളും കാര്യങ്ങളായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.